ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ പ്രിൻസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. എന്തായാലും പുതിയതായിട്ട് ഇനി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നോർത്ത് അങ്ങനെ നമ്മുടെ പുതിയ വണ്ടിയുടെ ഒരു റിവ്യൂ ചെയ്യാന്നോർത്ത് ഇറങ്ങിയതാണ്. എന്തായാലും അത് നടന്നില്ല, മഴയായിപ്പോയി. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു കേട്ടോ. ആ പണി നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, ചെരുപ്പിട്ടു ചെരുപ്പിട്ടു ആണോ? കാണിച്ചു കൊടുത്തേ. അങ്ങനെ നമ്മുടെ ഈ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. വേറെ ഒന്നുമല്ല, വണ്ടിക്കുള്ളിൽ വെള്ളം കയറിയിട്ട് ഈ സ്പെയർ വീലിരിക്കുന്ന ആ ഒരു ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്നു. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും വെള്ളമെല്ലാം അങ്ങനെ ഫുള്ള് ഫ്രണ്ടിലോട്ട് സ്പ്രെഡായി. നമുക്ക് ഇപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിലെ മാറ്റെല്ലാം നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് അതെല്ലാം നനഞ്ഞായിരുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോം എല്ലാം നീറ്റാണ്. തുരുമ്പുണ്ടോയെന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും നീറ്റാണ്, കുഴപ്പമില്ല. അതുപോലെ നമുക്ക് ഇനിയിപ്പം ചെയ്യാനുള്ളത് ഈ ഒരു റസ്റ്റ് നമുക്ക് വയർ ബ്രഷ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യുക. അതിനുശേഷം വാക്കം ചെയ്ത് ദെൻ പിന്നെ നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം വയർ ബ്രഷ് ഉപയോഗിച്ച് ഇതെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ക്യാബിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. വാക്കം നന്നായിട്ട് പിടിക്കണം, നല്ല ഡസ്റ്റ് ഉണ്ട്, അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. ഇനി ആ ഡ്രൈവർ സൈഡിലെ ആ ഒരു സീറ്റിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ റെസ്റ്റ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം, പെയിൻറ്റ് ചെയ്യണം. വേറെ മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻസും പ്ലാറ്റ്ഫോമിലില്ല. അങ്ങനെ ഇനി വാക്കം പിടിക്കണം, ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം മാറ്റ് ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ബാക്കിലെ ആ ഒരു സ്പെയർ വീലിരിക്കുന്ന ഭാഗത്തെ ക്ലിയർ ചെയ്തിട്ട് വേണം ബാക്കി അതിനകത്തോട്ട് ചെല്ലാനായിട്ട്. അങ്ങനെ നമ്മൾ ഇത് വാക്കം പിടിക്കുകയാണ്, എന്നിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വാക്കം പിടിച്ചതിന് ശേഷം നമ്മളൊന്ന് വാഷ് ചെയ്യണം, ഷാമ്പു ഉപയോഗിച്ചതൊന്ന് വന്നിട്ട് വാഷ് ചെയ്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെടി കളഞ്ഞു, സോപ്പൊക്കെ ഇട്ട് എപ്പോഴും ചിലപ്പോൾ ഇതായിട്ടില്ല. അത് കയറാൻ കത്തിപ്പൊക്കെ സാധനമാണ്. നമ്മള് ഇതും പിടിച്ച് ടൈറ്റ് അത് ഞാൻ എണ്ണാം. അല്ലല്ല, 100 വരെ, 100. അങ്ങനെ നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ്. അതായത് ക്യാനിനകത്തുള്ള പെയിൻ്റാണ്, നമ്മൾ സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്യാബിനകത്തെ മാറ്റെല്ലാം നമ്മൾ ഇട്ട് ഓക്കെ ആക്കി. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ സൈഡിലെ പാനൽസ് എല്ലാം പിടിക്കണം, ക്ലാഡിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ വെക്കണം. അതുപോലെ തന്നെ അത് കുറേ ഫിക്സിങ് വരുന്നുണ്ട്, അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ അത്യാവശ്യം പണികളെല്ലാം തീർന്ന് ഇനിയിപ്പം ഇതുപോലെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. സൈഡിലെ പാനലൊക്കെ പ്രോപ്പറായിട്ട് വെക്കുക, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം സീറ്റ്സ് കാര്യങ്ങളൊക്കെ റീഫിറ്റ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മുടെ 2 വണ്ടിയും ഇവിടെ തന്നെ ഉണ്ട്. മറ്റേ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. എന്തായാലും നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. ഇതുപോലത്തെ ഒരു പണി കിട്ടുമെന്ന് ഓർത്തില്ല. അപ്പോൾ ഈ ഒരു ക്ലിപ്പുകളെല്ലാം ഊരുന്നതും അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം, ഇല്ലെങ്കിൽ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് സീറ്റ്സ് എല്ലാം ഇനി വെക്കാം. അപ്പോൾ ഇതാട്ടോ ക്യാബിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ സൈഡ് പാനലെല്ലാം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിന് നമ്മൾ 2 ഇഞ്ച് ഹൈറ്റ് കൂട്ടി. അതുപോലെ ഇതുപോലെ ഒരു വുഡിൻ്റെ ഒരു 2 പീസ് ഇട്ടിട്ടാണ് നമ്മൾ സീറ്റിന് ഹൈറ്റ് കൂട്ടിയത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടും.
അപ്പോൾ റിക്സ് എന്ന് പറഞ്ഞൊരു ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹൈറ്റ് കൂടും. 2 ഇഞ്ചോളം നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ലൊരു കംഫർട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സീറ്റൊക്കെ വെച്ചു. അതിൻ്റെ ബോൾട്ട് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം ബാക്കിൽ റിയറിലെ ഒരു സീറ്റ് കൂടെ വെക്കാനുണ്ട്. അപ്പോൾ 2 വണ്ടിയും നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തു. ഇനിയിപ്പം ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഒരു ആഫ്റ്റർ വർക്ക് ഇതൊട്ടൊരു ലുക്ക് വണ്ടി നമ്മൾ ഇനിയൊരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം നമ്മൾ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മുടെ വീഡിയോ.